നമസ്കാരം. തങ്ങളുടെ മിസൈലുകളെ ലോകത്തെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും തടുക്കാൻ കഴിയുകയില്ല എന്ന റഷ്യയുടെ അവകാശവാദത്തെ തള്ളി യുക്രൈൻ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈനിലേക്ക് അയച്ച ഒരു ഹൈപ്പർസോണിക് മിസൈൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടാണ് യുക്രൈൻ റഷ്യയുടെ ഈ അവകാശവാദത്തെ ഇപ്പോൾ പൊളിക്കുന്നത്. റഷ്യയുടെ ഹൈപ്പർസോണിക് ഒറേഷനിക് മിസൈൽ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളാണ് യുക്രൈൻ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യയുടെ മിസൈലുകളെ തടുക്കാൻ ലോകത്തെ ഒരു പ്രതിരോധ ശക്തിക്കും സാധിക്കില്ലെന്ന പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യുക്രൈൻ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് യുക്രൈനിലെ ഡിനിപ്രോയിലേക്ക് റഷ്യ ശക്തമായ തോതിൽ ആക്രമണം നടത്തിയത്. പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ യുക്രൈനിലെ സൈനിക സാങ്കേതിക രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും പ്രഹരശേഷിയുള്ള മിസൈലുകൾ അവർക്ക് നേരേക്ക് എത്തുന്നത്. മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു മേഖലയിലാകെ ചിതറിക്കിടക്കുകയാണ്. ഒറേഷനിക് മിസൈലുകളെ ലോകത്തെ ഒരു പ്രതിരോധ സംവിധാനത്തിനും തടയാൻ കഴിയില്ലെന്ന റഷ്യയുടെ പ്രതിരോധ വിദഗ്ധന്മാരും നേരത്തെ പലവട്ടം അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ മിസൈലുകൾക്ക് 5500 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെട്ടിരുന്നത്. നിരവധി ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ അയച്ച റഷ്യയുടെ നടപടിയെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. സഖ്യകക്ഷികൾ ഇക്കാര്യം ഗൗരവതരമായി കാണണമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് യുക്രൈൻ അമേരിക്കയും ബ്രിട്ടനും നിർമ്മിച്ച മിസൈലുകൾ പ്രയോഗിച്ച സാഹചര്യത്തിലാണ് തിരിച്ചടിച്ചതെന്നാണ് റഷ്യൻ സൈനിക വൃത്തങ്ങൾ പറയുന്നത്. തങ്ങളുടെ ആണവ മിസൈലുകൾക്ക് 20 മിനിറ്റ് സമയം മാത്രമെടുത്ത് ബ്രിട്ടൻ്റെ തലസ്ഥാനമായ ലണ്ടനിലെത്താൻ കഴിയുമെന്ന് നിരവധി തവണ റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകിയ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നടപടിയെയും റഷ്യ ചോദ്യം ചെയ്തിരുന്നു. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് തങ്ങളുടെ കൈവശമുള്ളതെന്നും റഷ്യൻ സൈനിക നേതൃത്വം പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ തങ്ങളുടെ നിരവധി തുറമുഖങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി യുക്രൈൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പല വിദേശ കപ്പലുകൾക്കും ഇവരുടെ ഡ്രോൺ ആക്രമണത്തിൽ സാരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇതിനെല്ലാം ഉത്തരവാദിത്വം റഷ്യ ഏൽക്കണമെന്നുമാണ് ഇപ്പോൾ യുക്രൈൻ ആവശ്യപ്പെടുന്നത്.